വർഷങ്ങളായി ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു യമൻ പൗരനോട് രാജ്യം വിട്ടുപോകാൻ ഒരു കോടതി ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഒരു പതിറ്റാണ്ടായിട്ട് അയാൾ ഇന്ത്യയിൽ താമസിക്കുകയാണെന്നാണ് കേട്ടത്. അനധികൃതമായിട്ട്. എന്താ സാറേ വിധിയുടെ വിവരങ്ങൾ? ഇത് മഹാരാഷ്ട്ര ഹൈക്കോടതിയുടെ ഇതാണ് കഴിഞ്ഞ ദിവസത്തെ. ഈ യമൻ പൗരൻ്റെ പേര് പൂനെയിലാണ് താമസിക്കുന്നത്. ജൂലൈ 31-നാണ് ഹൈക്കോടതി ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഖാലിദ് ഖോമ മുഹമ്മദ് ഹസൻ എന്നാണ് യമൻ പൗരൻ്റെ പേര്. ഭാര്യയുണ്ട്, മകളുമുണ്ട്. ഈ മകൾ ഇന്ത്യയിൽ ജനിച്ചതാണ്. ഇന്ത്യയിലേക്ക് വന്ന ശേഷം അത് ഞാൻ പറയാം അതിൻ്റെ ഒരു നിയമവശം. അപ്പോൾ ഇന്ത്യയുടെ ഈ ജനറോസിറ്റി, ഔദാര്യം, അത് നിങ്ങൾ മുതലാക്കരുത്. മുതലാക്കണ്ട. നിങ്ങൾ പാകിസ്ഥാനിലോ ഗൾഫിലോ എവിടെയാന്ന് വെച്ചാൽ പൊക്കോ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് രേവതി മൊഗിദേ ധരെ, പൃഥ്വിരാജ് ചവാൻ എന്നിവരാണ് ഇതിൽ ഇടപെട്ടത്. ഈ വിസയില്ലാതെ നിരവധി വർഷങ്ങളായി ഇന്ത്യയിൽ കഴിയുക. ഇങ്ങനെ പൂനെയിൽ അനധികൃതമായിട്ടാണ് കഴിയുന്നത്. ഇതെങ്ങനെ ഒരു രാജ്യത്ത് ഒരാൾക്ക് കഴിയുന്നു എന്ന് എനിക്ക് തന്നെ അത്ഭുതമാണ്. അപ്പോൾ ഞാനിപ്പോൾ ലണ്ടനിലോ അമേരിക്കയിലോ ഒക്കെ പോയി വിസയില്ലാതെ അവിടെ എത്ര ദിവസം താമസിക്കാൻ പറ്റും? നമുക്ക് പേടിയുണ്ടാവില്ലേ? നമ്മുടെ പേടി പോട്ടെ, നമുക്കിത് കഴിയാൻ പറ്റില്ലല്ലോ. ആളുകൾ കണ്ടുപിടിക്കുമല്ലോ. നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് തന്നെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഈ രേഖകൾ കാണിക്കണ്ടേ താമസിക്കാനായിട്ട്? അപ്പോൾ ഇവിടെ ആരെങ്കിലും രഹസ്യ സഹായം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ വിസയില്ലാതെ നിരവധി വർഷങ്ങൾ. എന്നിട്ട് പുനെയിലെ പോലീസ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് ചോദ്യം ചെയ്തിട്ടാണ് ഈ യമൻ പൗരൻ ഹൈക്കോടതിയിൽ പോയത്. എനിക്കിവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞിട്ട്. അയാൾ പറഞ്ഞത്, യമൻ പൗരൻ ആ ഹർജിയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഐക്യരാഷ്ട്ര ഹൈക്കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്, UN ഹൈക്കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് UNHCR നൽകിയിട്ടുള്ള അഭയാർത്ഥി കാർഡ് അയാൾക്കുണ്ട്. ഒരു അഭയാർത്ഥി കാർഡുള്ള ആർക്കും ഇന്ത്യയിൽ താമസിക്കാമെന്ന് നിയമമില്ല. എൻ്റെ കയ്യിലൊരു അഭയാർത്ഥി കാർഡുണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ട്. പുറത്താക്കുന്നത് അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് അയാൾ പറഞ്ഞത്. എൻ്റെ കയ്യിലൊരു അഭയാർത്ഥി കാർഡുണ്ട്, അതുകൊണ്ട് പുറത്താക്കിയാൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾക്കും വിരുദ്ധമാണ് അയാൾ കോടതിയിൽ പറഞ്ഞു. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പൊക്കോളാം, അതിനൊരു സാവകാശം കിട്ടണം എന്നും പറഞ്ഞു. അതൊരു തൊടിന്യായമാണല്ലോ. പോകുന്നൊരു നിർബന്ധവും ഇല്ല. 10 കൊല്ലമായി ഇവിടെ വന്നിട്ട്. യമനിൽ മനുഷ്യാവകാശ പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പലായനം ചെയ്തത്. സ്വന്തം രാജ്യത്തെ അവിടെ മനുഷ്യാവകാശം. അതെ, ഇന്ത്യക്കാരവിടെ ടോം കുര്യാക്കോസോ എന്താ നമ്മുടെ ഒരു അച്ഛനുമൊക്കെ അവിടെ തടവിലുമൊക്കെ ആയിരുന്നു. യമനിലല്ലേ ഇപ്പോൾ നമ്മുടെ നിമിഷപ്രിയ. അതെ, അവരെ ഇവിടെ ഇതുവരെ മോചിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. വലിയ കാര്യമായി അവിടെ ഭരണം തന്നെയുള്ള ഒരു സ്ഥലമില്ല. ഹൂത്തികൾ പല ആളുകളെ അവിടെ നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് യമൻ്റെ അവസ്ഥ. എന്നിട്ട് അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാണ് യമൻ പൗരൻ ഇങ്ങോട്ട് വന്നതാണെന്നാണ് യമൻ പൗരൻ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ യമനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് ഈ പല തങ്ങൾമാരും. യമനിലെ ഹാദ്രാമൗത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി എല്ലാവരുടെയും ജീവചരിത്രത്തിൽ വലിയ കാര്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടുത്തെ കേരളത്തിൽ ജീവിക്കുന്നവർ പണ്ട് വന്നതാണ്. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ അവരാണ് ശരിക്ക് സത്യത്തിൽ ഇവിടെ സമുദായത്തിനെയൊക്കെ ഭരിക്കുന്നതും ഒക്കെ, മത നേതാക്കളും ആത്മീയ നേതാക്കളും ഒക്കെ ആയിട്ട്. അപ്പോൾ 45 ലക്ഷം പേര് അവിടെ നിന്നിങ്ങനെ ആഭ്യന്തര സമരം കാരണം പലായനം ചെയ്തിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകളിൽ കാണുന്നത്. 3-2 പേരും അവിടെ താമസിക്കുന്നവർ പ്രതിസന്ധിയിലാണ്. അങ്ങോട്ട് തിരിച്ച് വിട്ടുകഴിഞ്ഞാൽ അവിടെ മറ്റേ പീഡനം ഏൽക്കേണ്ടി വരും, മതവിചാരണകളൊക്കെ നേടേണ്ടി വരും. അതുകൊണ്ട് ജീവന് ഭീഷണിയുണ്ട് എന്നൊക്കെ ഈ യമൻ പൗരൻ പറയുന്നുണ്ട്. 2014 വിദ്യാർത്ഥി വിസയിലാണ്, സ്റ്റുഡൻറ്റ് വിസയിലാണ് ഈ യമൻ പൗരൻ ഈ ഹസൻ
ഖാലിദ് ഹസൻ ഇവിടെ വന്നത്. ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞ് വന്നതാണ്. അല്ലാതെ അന്ന് മനുഷ്യാവകാശ ലംഘനമൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു. ഭാര്യ 2015 മെയ്യിൽ മെഡിക്കൽ വിസയിലും വന്നു. രണ്ടും കള്ളമാണെന്ന് വ്യക്തം. കാരണം ഇയാൾ വിവാഹിതനാണല്ലോ വരുമ്പോൾ തന്നെ. 2014 മാർച്ചിൽ ഇയാൾ വിദ്യാർത്ഥി വിസയിൽ വന്നു. ഭാര്യ 2015 മെയ്യിൽ മെഡിക്കൽ വിസയിൽ വന്നു. 2017 ഫെബ്രുവരിയിൽ ആ വിസ തീർന്നു. 2 കൊല്ലത്തേക്കുള്ള വിസ തീർന്നു. സെപ്റ്റംബർ 2015 ഇയാൾക്ക് നോട്ടീസ് കൊടുത്തിരുന്നതാണ്. ഫെബ്രുവരിയിൽ നോട്ടീസ് കൊടുത്തിരുന്നതാണ്. ഈ കഴിഞ്ഞ ഏപ്രിലിൽ നോട്ടീസ് കൊടുത്തിരുന്നതാണ്. 14 ദിവസത്തിനകം ഇന്ത്യ വിട്ടു പോകണം എന്ന് നോട്ടീസിൽ പറഞ്ഞിരുന്നു. അഭയാർത്ഥി കാർഡ് ഉള്ളവരെ 129 രാജ്യങ്ങളിൽ സ്വീകരിക്കാറുണ്ട്. അതിലെന്തായാലും ഇന്ത്യയില്ല. അപ്പോൾ ആ 129 ഇത് ഹൈക്കോടതി പറഞ്ഞു. ആ 129 രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും നിങ്ങൾ പൊക്കോ. ഈ UN അഭയാർത്ഥി കാർഡ് ഉള്ളവർ 129 രാജ്യം സ്വീകരിക്കുമല്ലോ. നിങ്ങൾക്ക് പോകാം, നിങ്ങൾ പാകിസ്ഥാനിൽ പൊക്കോ, ഗൾഫ് രാജ്യങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ അവിടെ പൊക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 15 ദിവസം ഞങ്ങൾ തരാം സാവകാശം. അതിനുവേണ്ടി നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകാനാണെന്നാണല്ലോ പറഞ്ഞത്. ആ ഓസ്ട്രേലിയൻ വിസ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ശരിയാക്കുക, 15 ദിവസം തരും. ഇവിടെ ഉണ്ടായ അപ്പോൾ ഈ വക്കീലിനോട് ഹൈക്കോടതി ചോദിച്ചു, ഇവിടെയാണല്ലോ കുഞ്ഞുണ്ടായത്, അപ്പോൾ ആ കുഞ്ഞിൻ്റെ രാജ്യം ഏതാ? സ്വാഭാവികമായിട്ട് ഇന്ത്യയല്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു, ഇത് ചോദിച്ചിരുന്നു, ജനനം കൊണ്ട് ആ കുട്ടി ഇന്ത്യൻ ആവുമല്ലോ, ഇന്ത്യക്കാരി ആവുമല്ലോ എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് അത് വിശദീകരിച്ചു. അങ്ങനെ കുട്ടി ഇന്ത്യൻ പൗര ആകണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യക്കാരായിരിക്കണം, 1. 2, വിസയുടെ കാലാവധി കഴിഞ്ഞാണ് കുട്ടി ജനിച്ചിരിക്കുന്നത് അവരുടെ. അപ്പോൾ അതുകൊണ്ടും ഇന്ത്യൻ പൗരത്വത്തിന് അർഹയല്ല. അപ്പോൾ അനധികൃതമായി താമസിക്കുന്ന സമയത്താണ്. അതെ, അനധികൃത കുടിയേറ്റക്കാരായിരുന്നപ്പോഴാണ് അവർക്ക് കുഞ്ഞുണ്ടായത്. അപ്പോൾ കുഞ്ഞ് ഇവിടുത്തെ പൗരത്വം ഉള്ളതല്ല. അപ്പോൾ കുഞ്ഞിനും പൗരത്വമില്ല. കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇതാണ് ഒരുപക്ഷെ ഇങ്ങനത്തെ ധാരാളം ആളുകൾ ഇന്ത്യയിലുണ്ടാകാം. സാർ എൻ്റെ സംശയം, പ്രത്യേകിച്ച് അസം, ബംഗാളിലൊക്കെ ധാരാളം ഉണ്ടാവും. ഈ യമൻ പൗരൻ എന്തിനായിരിക്കും ഒരു 10 പതിറ്റാണ്ടായി ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ പോകാതെ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അയാളെ ഇവിടെ നിലനിർത്താൻ ആരൊക്കെയോ ശ്രമിക്കുന്നു. നിലനിർത്താനുള്ള ആളുകളുണ്ടാവും. അയാൾക്ക് ഈ വക്കീലിനെ വെച്ചു കൊടുത്തിട്ടുള്ള ആളുകളുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പല സ്ഥലത്തു നിന്നും നുഴഞ്ഞു കയറ്റം ധാരാളമായിട്ട് ത്രിപുര അതിർത്തി വഴി, അസം അതിർത്തി വഴി, ബംഗാൾ വഴിയൊക്കെ ഈ നുഴഞ്ഞു കയറ്റം ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. യമൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, യമനിൽ നിന്നാണ് ഇവിടെ പല മത നേതാക്കളും കേരളം ഉൾപ്പെടെയുള്ളതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ സഹായം ഇയാൾക്ക് കിട്ടുന്നുണ്ടാവും. ഇത് ശരിക്കും ഇങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. മാത്രമല്ല ഈ കോടതി വിധി വലിയ നിർണായകമല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യക്കാരായ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വമില്ല, അല്ലെങ്കിൽ അതൊരു വലിയ തർക്ക വിഷയമായൊക്കെ മാറാറില്ല. 129 രാജ്യം അഭയാർത്ഥി കാർഡ്, UN അഭയാർത്ഥി കാർഡിന് വിലയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ പെടുന്നുമില്ല. അതുകൊണ്ട് വിടംപെടണമെന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ അല്ലെങ്കിൽ ഇപ്പോൾ CAA തുടങ്ങിയ സാധനങ്ങൾ വന്നല്ലോ. എനിക്ക് പൗരത്വം വേണമെന്നും പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കാൻ ആൾക്ക് കഴിയുന്നില്ലല്ലോ. അത് പറ്റില്ല. ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ പൗരനാകാൻ അവകാശമുള്ള ആൾക്ക് ഇപ്പോൾ നമുക്ക് നിയമപ്രകാരം ഇയാൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? എനിക്ക് പൗരത്വം വേണം. ഇപ്പോൾ ഹൈക്കോടതിയും 2 പേർക്ക്, മലബാറിലുള്ള 2 പേർക്ക് മനോരമയിൽ വാർത്ത വന്നിരുന്നു, 2 പേരുടെ പൗരത്വം അവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വീടും ഒക്കെയുള്ള ആളുകൾക്ക് ചെയ്യുന്നുണ്ട്. ഇയാളെന്തുകൊണ്ട് പൗരത്വത്തിന് അപേക്ഷിച്ചില്ല? അപ്പോൾ അതിനകത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ. ഇയാൾ ആരോ എന്താന്ന് തന്നെ അറിയില്ല. വിദ്യാർത്ഥി വിസയിൽ വന്നിട്ട് ഇയാൾ പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചിട്ടില്ല.
അപ്പോൾ ഒരു പതിറ്റാണ്ടായിട്ട് ഇന്ത്യയിൽ കഴിയുന്നു. മെഡിക്കൽ വിസയിൽ വന്നിട്ട് ഭാര്യ ചികിത്സയ്ക്ക് വിധേയമായിട്ടുമില്ല. അപ്പോൾ ഒരു പതിറ്റാണ്ടായിട്ട് ഇവിടെ കഴിയുന്നതിനകത്ത് കൃത്യമായി കൂടുദ്ദേശമാണ്. അപ്പോൾ കോടതി കൃത്യമായി ഇത് നടപ്പാക്കും അല്ലേ? ഇവരൊരു 15 ദിവസം 15 ദിവസമേ കൊടുത്തിട്ടുള്ളൂ. വേറെ വഴിയൊന്നും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. കോടതിക്ക് പറയാമായിരുന്നു, നിങ്ങൾ പൗരത്വത്തിന് അപേക്ഷിക്ക് 15 ദിവസം തന്നിട്ടുണ്ടല്ലോ എന്ന്. പൗരത്വത്തിന് ഓൺലൈനിലൊക്കെ അപേക്ഷിക്കാമല്ലോ. പക്ഷെ അതിന് ഇന്ത്യൻ പൗരനാകാനുള്ള ഒരു രേഖയില്ല കയ്യിൽ. ഇന്ത്യൻ പൗരനാകാനുള്ള രേഖയല്ല അഭയാർത്ഥി കാർഡ്.